ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരി ടൗണിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മളുടെ പഴയ KSRTC ബസ് സ്റ്റാൻഡിന്റെ അവിടെയായിട്ട് ഒരു പ്രതിഷേധ റാലി വന്നു. അപ്പോൾ ഞാൻ എന്താണെന്നറിയുവാൻ അവിടെ കൗതുകപൂർവ്വം നോക്കി നിന്നു. അപ്പോൾ നമ്മളുടെ DYFIയുടെ ചങ്ങനാശ്ശേരിയിലെ ചുണക്കുട്ടന്മാർ അവിടെ വന്നുകൊണ്ട് നമ്മളുടെ ഇപ്പോഴത്തെ ഗ്യാസിന്റെ വിലവർദ്ധനവിനെതിരെ വളരെ ശക്തമായ ഒരു പ്രതിഷേധ സമരം അവിടെ നടത്തുകയുണ്ടായി. അതായത് കേന്ദ്ര സർക്കാരിനെതിരെ, മോദി സർക്കാരിനെതിരെ പ്രതിഷേധ സമരമാണ് അവര് ചങ്ങനാശ്ശേരിയിൽ നടത്തിയത്. അതായത് ഗ്യാസിന് കിട്ടാനില്ല. ഇപ്പോൾ കേരളത്തിലെ പല കടകളും ഇപ്പോൾ ഹോട്ടലുകളൊക്കെ അടച്ചുപൂട്ടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ്. അപ്പോൾ ജനങ്ങളെല്ലാം പൊറുതിമുട്ടിയിരിക്കുകയാണ്. കാരണം ഭക്ഷണം കഴിക്കുവാൻ പോലും, ട്രാവൽ ചെയ്ത് വരുന്ന ആൾക്കാർക്ക് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത ആ ഒരു അവസ്ഥ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. പല യാത്രക്കാരും വളരെ ദുരിതത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുഡ് കിട്ടാതെ വലയുന്ന ഒരവസ്ഥ. അപ്പോൾ ഈ ഗ്യാസിന്റെ വിലവർധനയ്ക്കെതിരെയും ലഭ്യതയ്ക്ക് കുറവിനെതിരെയും DYFIയുടെ ചുണക്കുട്ടന്മാർ നടത്തിയ സമരത്തിന് അവിടെയുള്ള നാട്ടിലുള്ള സർവ്വ ആളുകളും കൂടി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രതിഷേധ സമരമാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് എന്ത് സ്ഥിതിവിശേഷം ഉണ്ടായാലും ശരി, അതൊന്നും തങ്ങളെ ബാധിക്കില്ല എന്ന തരത്തിലുള്ള തീർത്തും ജനവിരുദ്ധമായിട്ടുള്ള, ജനദ്രോഹപരമായിട്ടുള്ള ഒരു സമീപനമാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിലെ ഹോട്ടലുകൾ, അതുപോലെ തന്നെ കട്ടിടങ്ങൾ, അതുപോലെ തന്നെ വിവിധ വ്യാപാര സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഹോസ്റ്റലുകൾ, തുടങ്ങിയവയെല്ലാം പാചകവാതകത്തിന്റെ അപര്യാപ്തത മൂലം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നടപടിയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതിനെതിരെ വലിയ ജനരോക്ഷം രാജ്യത്തെമ്പാടും ഉയർന്നു വരികയാണ്. ആ ജനരോക്ഷത്തിന്റെ ഭാഗമായിട്ടാണ് DYFIയുടെ സംസ്ഥാന ഘടകം ഇത്തരത്തിലൊരു സമരം ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ചങ്ങനാശ്ശേരിയിൽ ഇന്ന് ഇത്തരത്തിലൊരു അടുത്തുകൂട്ടിക്കൊണ്ടുള്ള ഒരു സമരം DYFI ഇവിടെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സമരക്കാരന്മാരും DYFIയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഏറ്റവും നിശ്ചിതമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. മറുപടി പറയൂ സർക്കാരേ, നരേന്ദ്രമോദി സർക്കാരേ, നരേന്ദ്രമോദി സർക്കാരേ, ഇൻക്ലാബ് സിന്ദാബാദ്, പ്രതിഷേധങ്ങളിലമ്പട്ടെ, ആളിക്കത്തി പറയട്ടെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, പാചകവാതക സിലിണ്ടറുകളൊന്ന് കിട്ടാനില്ലേ, മറുപടി പറയൂ സർക്കാരേ,
തുലയട്ടെ തുലയട്ടെ കേന്ദ്ര സർക്കാർ തുലയട്ടെ ഇൻക്ലാബ് സിന്ദാബാദ്